ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ലോകബാങ്ക് വിദഗ്ധ സമിതി അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. ജോലി സാധ്യത, പാരിസ്ഥിതിക സുസ്ഥിരത തുടങ്ങിയവ ഉറപ്പാക്കുന്ന പദ്ധതികൾ സർക്കാർ സ്വാഗതം ചെയ്യുന്നതായി മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് അരി വിതരണം ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കിയതായി മന്ത്രി വീണ ജോർജ്. ക്ഷീര കർഷകർക്ക് പാലിന് ഏറ്റവും കൂടുതൽ വില നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ UAE ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വിവിധ മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം വിശാലമാക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 5 കരാറുകളിലും ഒപ്പുവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും അബുദാബി കിരീടാവകാശി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലിയും അർപ്പിച്ചു. നാളെ മുംബൈയിൽ നടക്കുന്ന വ്യവസായ പ്രമുഖരുടെ ബിസിനസ് ഫോറത്തിലും അൽ നഹ്യാൻ പങ്കെടുക്കും. ലോകബാങ്ക് വിദഗ്ധ സമിതി അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനാണ് ലോകബാങ്ക് പ്രതിനിധികൾ എത്തിയത്. കേരളത്തിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിലുമായി സഹകരിക്കാൻ ലോകബാങ്കിന് താൽപര്യമുള്ളതായി അവർ അറിയിച്ചു. പഠന നിലവാരം, ജോലി സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നതും പാരിസ്ഥിതിക സുസ്ഥിരത, സാമൂഹ്യനീതി എന്നിവ ഉറപ്പാക്കുന്നതുമായ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുമായുള്ള സഹകരണം സർക്കാർ സ്വാഗതം ചെയ്യുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. നാളെ ഡിജിറ്റൽ സർവകലാശാലയും CETയും സംഘം സന്ദർശിക്കും. സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഓണത്തിന് 5 കിലോ അരി വീതം വിതരണം ചെയ്യുന്നത് കുട്ടികളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് 5 കിലോ അരി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കമലേശ്വരം GHSSൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണാവധി ആരംഭിക്കുന്നതിന് മുൻപായി അരി വിതരണം പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ സപ്ലൈകോയുമായി ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ ശക്തമാക്കിയതായി മന്ത്രി വീണ ജോർജ്. 45 പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന. വീഴ്ചകൾ കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓണക്കാലത്ത് വിപണിയിൽ അധികമായെത്തുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ ഉത്പാദന, വിതരണ, വിൽപ്പന കേന്ദ്രങ്ങളിലും ചെക്ക് പോസ്റ്റുകളിലും പരിശോധനയുണ്ടാകും. ഓണത്തോടനുബന്ധിച്ച് വിവിധ വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണം ഉത്സവബത്തയായി 1000 രൂപ വീതം നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. ചെറുകിട കയർ സംഘം തൊഴിലാളികൾക്ക് ബോണസ് ഉറപ്പാക്കാൻ കയർ കോർപ്പറേഷന് 10 കോടി രൂപ അനുവദിച്ചു. പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ കയർ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് എക്സ്ഗ്രേഷ്യയായി 2000 രൂപ നൽകും. അങ്കണവാടി സേവന പദ്ധതികൾക്കായി 87.13 കോടി രൂപയും കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി 30 കോടി രൂപയും ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർക്ക് പ്രതിഫലം നൽകാനായി 19.81 കോടി രൂപയും അനുവദിച്ചെന്ന് ധനവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ ഓണവിപണി സജീവമായി. കൺസ്യൂമർ ഫെഡ്, സപ്ലൈകോ ഓണച്ചന്തകൾക്ക് പുറമെ കൈത്തറി വിപണന മേളകളും ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ഓണക്കാലത്ത് സഹകരണ വകുപ്പ് മുഖേന കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 16 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും 125 സഹകരണ സംഘങ്ങളുമായി 141 കേന്ദ്രങ്ങളിലാണ് ഓണച്ചന്തകൾ ആരംഭിച്ചത്. 13 നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയുടെ പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതോടൊപ്പം നോൺ സബ്സിഡി ഇനങ്ങളും 10 മുതൽ 40% വരെ വിലക്കുറവിൽ ലഭിക്കും. ഈ വർഷത്തെ സപ്ലൈകോയുടെ ജില്ലാ ഓണം ഫെയർ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം പരിസരത്ത് ആരംഭിച്ചു. സെപ്റ്റംബർ 14 വരെയാണ് ഓണം ഫെയർ. സ്റ്റേഡിയം പരിസരത്ത് നടക്കുന്ന കൈത്തറി മേളയിൽ സർക്കാർ സംഘങ്ങൾക്ക് പുറമെ വിവിധ സൊസൈറ്റികളുടെ സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ വിപണന മേള മുതലക്കുളത്താണ് പ്രവർത്തിക്കുന്നത്.
ക്ഷീര കർഷകർക്ക് പാലിന് ഏറ്റവും കൂടുതൽ വില നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും പാലിന്റെ ഗുണമേന്മയുടെ കാര്യത്തിലും കേരളം മുന്നിലാണെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി. ഓണമധുരം 2024 പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്ക് 300 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. ക്ഷീര കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് വഹിക്കുന്ന പങ്ക് അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മെഡിസെപ് പദ്ധതിയിൽ 2.5 വർഷത്തിനുള്ളിൽ 1485 കോടി രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകിയതായി മന്ത്രി കെ എൻ ബാലഗോപാൽ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കുമാണ് ഇത്രയും തുകയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയത്. ഇതിൽ 1341 കോടി 12 ലക്ഷം രൂപ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സകൾക്കും 87 കോടി 15 ലക്ഷം രൂപ സർക്കാർ ആശുപത്രികളിലെ ചികിത്സയ്ക്കുമാണ് നൽകിയതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിർബന്ധമായും കുടിവെള്ളം, വൈദ്യുതി, വഴി സൌകര്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി ഒ ആർ കേളു. പത്തനംതിട്ട കളക്ടറേറ്റിൽ ചേർന്ന പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. വകുപ്പിന്റെ കീഴിലുള്ള തുടർ നടപടികൾ കാര്യക്ഷമമായി നടത്തുന്നതിനായി എല്ലാ മാസവും ജില്ലയിലെ അവലോകന യോഗം ഓൺലൈനായി നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ട്രൈബൽ പ്രൊമോട്ടർമാർ ആഴ്ചയിൽ 4 ദിവസം കൃത്യമായി ഫീൽഡ് വർക്കിന്റെ ഭാഗമായി ആദിവാസി സങ്കേതങ്ങൾ, വീടുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ തുടങ്ങിയ ഇടങ്ങളിൽ സന്ദർശനം നടത്തണമെന്നും തിങ്കൾ, വെള്ളി എന്നീ ദിനങ്ങളിൽ മാത്രം ഓഫീസിലിരുന്ന് ജോലികൾ നടത്തിയാൽ മതിയെന്നും ആദിവാസി ക്ഷേമകാര്യങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഫീൽഡ് പ്രവർത്തനം കൊണ്ട് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി വീണ ജോർജ്, എംഎൽഎമാരായ പ്രമോദ് നാരായൺ, കെ യു ജനീഷ് കുമാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കേരള തീരം മുതൽ കർണാടക തീരം വരെ രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തി ദുർബലമായെങ്കിലും കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി ഇടത്തരം മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ജലവിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ നിലവിൽ ലഭ്യമാകുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ലഭ്യമാകുന്ന വെള്ളം ടാങ്കുകളിലോ വലിയ പാത്രങ്ങളിലോ ശേഖരിച്ച് ക്ലോറിനേറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കണം. കുടിവെള്ളം തിളപ്പിച്ചാറിയത് മാത്രം ഉപയോഗിക്കണം. ഹോട്ടലുകളിൽ ജ്യൂസുകൾ തയ്യാറാക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളവും ശുദ്ധജലത്തിൽ തയ്യാറാക്കിയ ഐസും മാത്രം ചേർക്കണമെന്ന് ഡിഎംഒ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അഗതികളായ രോഗികളെ ഗാന്ധിഭവൻ ഏറ്റെടുക്കുന്നു. മന്ത്രി ഡോ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വച്ചാണ് ചടങ്ങ്. ഓണക്കാലത്ത് ഉണ്ടാകാനിടയുള്ള വിലക്കയറ്റം തടയാൻ ഫലപ്രദമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ. മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും വയനാട് ദുരിതബാധിത മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള സൌജന്യ ഓണക്കിറ്റിന്റെ സംസ്ഥാനതല വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സപ്ലൈകോ വഴിയുള്ള ഉൽപ്പന്ന വിതരണത്തോട് ജനങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല പ്രതികരണമാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും കേരള നോളജ് ഇക്കോണമി മിഷനും ചേർന്ന് നടത്തുന്ന ന്യൂനപക്ഷ തൊഴിൽ രജിസ്ട്രേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നാളെ നിർവഹിക്കും. വയനാട് കൽപ്പറ്റയിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ഒ ആർ കേളു മുഖ്യാതിഥിയായിരിക്കും. +2 കഴിഞ്ഞ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവർക്ക് ക്യാമ്പിലെത്തി രജിസ്ട്രേഷൻ നടത്താം. അക്ഷയ പുസ്തകനിധി എബനേസർ എഡ്യൂക്കേഷണൽ പുരസ്കാരത്തിന് സാഹിത്യകാരൻ ടി പത്മനാഭൻ അർഹനായി. 1 ലക്ഷം രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വഖഫ് ഭേദഗതി ബിൽ 2024ലെ വ്യവസ്ഥകൾ സംബന്ധിച്ച സംസ്ഥാനത്തിന്റെ അഭിപ്രായം ക്രോഡീകരിക്കാൻ നാളെ കൊച്ചി കലൂരിലെ IMA ഹാളിൽ ശില്പശാല നടക്കും. മന്ത്രി വി അബ്ദുറഹ്മാൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സഖീർ അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ലോകബാങ്ക് വിദഗ്ധ സമിതി അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. ജോലി സാധ്യത, പാരിസ്ഥിതിക സുസ്ഥിരത തുടങ്ങിയവ ഉറപ്പാക്കുന്ന പദ്ധതികൾ സർക്കാർ സ്വാഗതം ചെയ്യുന്നതായി മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് അരി വിതരണം ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കിയതായി മന്ത്രി വീണ ജോർജ്. ക്ഷീര കർഷകർക്ക് പാലിന് ഏറ്റവും കൂടുതൽ വില നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.